ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന ഉപകാരം മറ്റു ചിലർക്ക് ഒരു ഉപദ്രവമായി മാറിയേക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപകാരം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിലേ ഇതുപോലിരിക്കും. ചേടാ ഇവിടെ കൈ കാണിച്ചപ്പോ അവൻ അവിടെ കൊണ്ടു നിർത്തും. ഇവിടെ ഒരു സ്ഥലകാലം പോകുന്നില്ല. പോയാ ഇടാൻ്റെ പോയി. ഇയാൾക്കൊന്നും ഒരു ശ്രദ്ധയില്ല. കാശ് കൊടുത്ത് മേടിച്ച സാധനം കയ്യിൽ നിന്ന് പോയാൽ ഇയാളൊന്നും അറിയത്തില്ല. ഇനി എങ്ങനെ അവിടെ നിർത്തിക്കും? കൊടുക്കാൻ എഴുതാനും മോശമല്ലേ? വഴിയുണ്ട്. സുരേഷ് പോകാം. ഇങ്ങോട്ടിറങ്ങി. ഇങ്ങോട്ടിറങ്ങാൻ നമുക്ക് പോകണ്ടേ? എവിടെ? ആൻ്റപ്പന്റെ വീട്ടിൽ. എവിടെ? ആൻ്റപ്പന്റെ വീട്ടിൽ. ആൻ്റപ്പന്റെ വീട്ടിലോട്ട് 10-16 കിലോമീറ്റർ ഓട്ടം ഉണ്ട്. നിന്റെ വണ്ടി തന്നെ 10-16 കിലോമീറ്റർ ഓടത്തില്ലേ? ഓടും. ഓടിക്കഴിഞ്ഞ അവസാനം പൈസ ഇല്ലെന്ന് വല്ലതും പറഞ്ഞ എന്റെ സ്വഭാവം മാറും. ഓടുന്നതിന് മുമ്പാണ് പൈസ അല്ല. പീച്ചൂഷ പോലും ഓടിക്കഴിഞ്ഞ മെഡൽ വായിക്കുന്നത് അറിയാവോ? അതിന് പിന്നെ നിനക്ക് മാത്രത്തില് ജാട എന്താ? അങ്ങോട്ട് കയറി മൂഡ് ഓഫ് ആക്കല്ലേ? പൈസ ഒക്കെ ഓട്ടം കഴിഞ്ഞ കൂടെ തരും. സൂചിപ്പിക്കല്ലേ? എടാ നിന്നെ ഞാനല്ലേ വിളിച്ചു. പിന്നെ നിനക്കുള്ള കൈ നീട്ടവാ ഇതിനകത്ത് ഇരിക്കുന്നത്. ഇത് മുഴുവൻ കാശാ മോനെ, കാശ്. ഇങ്ങോട്ടിറങ്ങി. ഇങ്ങോട്ടിറങ്ങാൻ നിങ്ങൾ ഇനി ഒന്നും പറയണ്ട. ഇങ്ങോട്ടിറങ്ങി. സുരേഷ്, നീ ഞാനിനകത്ത് കേറിയപ്പോ പോലെ എന്നോട് പറയട്ടെ ഇറങ്ങിപ്പോന്ന് കേട്ടാ. എടാ ഇതുപോലൊരു ഓട്ടം നിനക്ക് ആരും തന്നിട്ടില്ല. എന്നെ ഇതിനകത്ത് നിറക്കി വിട്ടാൽ നിനക്ക് ശാപം കിട്ടും. എനിക്ക് ശാപം കിട്ടിക്കോട്ടെ. സത്യം പറ, നിങ്ങൾ ഇത് എവിടെ നിന്ന് മോഷ്ടിച്ചതാ? ഇത് എവിടെ നിന്ന് മോഷ്ടിച്ചാന്ന്? ഞാനിന്നൊരു സാധനം ആരുടെ മോഷ്ടിച്ചിട്ടില്ല കേട്ടടാ. എടാ ഇതെനിക്ക് വഴി കിടന്ന് കിട്ടിയ സാധനമാ. ഏത് വഴി? എവിടത്തെ വഴി? എടാ നമ്മുടെ ആൻ്റപ്പന്റെ അപ്പനില്ലേ, പുള്ളി മാർക്കറ്റിൽ പോയിട്ട് വന്നപ്പോ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയ സാധനം ഇത് ആ പുള്ളിയുടെ കൊണ്ട് കൊടുക്കുക. അയാളുടെ പൈസ മേടിച്ച് നിനക്ക് തരിക. അപ്പൊ അയാൾക്ക് അയാളുടെ സാധനവും കിട്ടും, നിനക്കൊരു ഓട്ടോ കിട്ടും. അത്ര ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. അല്ലാതെ എനിക്ക് ഇതിനകത്ത് വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല. അല്ല ഇന്നത്തെ കാലത്തൊരു ഉപകാരം ചെയ്ത് നോക്കും. നീ വണ്ടി വിടാവ്. സുരേഷ് എന്താ ഇപ്പൊ ആൻ്റപ്പന്റെ അപ്പം നീയാണെന്ന് വിചാരിച്ചു. അപ്പൊ നിന്റെ ഒരു സാധനം കളഞ്ഞു. അത് ഞാനൊരു ഓട്ടോറിക്ഷ പിടിച്ച് നിന്റെ വീട്ടിൽ കൊണ്ടു തന്ന നീ എനിക്ക് ഓട്ടോ കൂടി തരത്തില്ല. അത് പിന്നെ എന്താടാ ഒരു സംശയം? അത് പിന്നെ നമ്മുടെ ഒരു സാധനം കൊണ്ട് തരുമ്പോ നമ്മൾ ഓട്ടോ കൂടി കൊടുക്കണോ? അത്രേ ഉള്ളൂ. അപ്പൊ നിന്റെ സംശയവും തീർന്നു, എന്റെ ടെൻഷനും തീർന്നു. നീ വണ്ടി വിടും. അങ്ങേര് പൈസ തരുമായിരിക്കുമല്ലേ? തരും. തരേണ്ടതാ. നീ ഉപകാരം ചെയ്യുന്ന കാര്യം മറക്കട്ടെ. നല്ല മനുഷ്യൻ. എന്നാലും ഇത്രയും കാശ് അയാൾ കളഞ്ഞിട്ട് പോയല്ലോ. ഈ ആൻ്റപ്പൻ്റെ അപ്പഴൊന്നും ഒരു മൂലവും ഇല്ല. ആൻ്റപ്പനൊന്ന് കാണട്ടെ. എൻ്റെ അപ്പനകത്ത് ഞാൻ ചവിട്ടിക്കൂട്ടി തൊട്ടയിറങ്ങി അല്ലേടാ. നീ സമ്മതിക്കും നിന്റെ അപ്പനാണ്. ചേട്ടാ ഇത് കയറ്റിയത് അബദ്ധമായി പോയല്ലോ. എന്ന് വെച്ചാൽ ഇത് വലിയ ഫ്ലൈറ്റ് ഇനി ഈ സാധനം കാണുമ്പോൾ അയാൾ അസ്പെക്റ്റ് ആവും അല്ലടാ. ശരി ശരി ശരി. ആരാ? ആൻ്റപ്പനില്ലേ? ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ. ഇല്ലേ? എന്നാ ആൻ്റപ്പൻ്റെ അപ്പനെ ഒന്ന് വിളിച്ചു. ശരി എന്നാ. കള്ളം കുടിച്ചോണ്ട് ആൻ്റപ്പനില്ലേ? ആൻ്റപ്പൻ്റെ അപ്പൻ കാശായിരുന്നല്ലേ. അപ്പച്ചാ കള്ളു കുടിച്ചിട്ട് ആരാണ്ട് വെളിയിൽ വന്ന് ചേട്ടനെ തിരക്കുന്നു. കള്ളു കുടിച്ചോ? ആ ചേട്ടനല്ലെന്ന് പറഞ്ഞപ്പോ പറയാം അപ്പച്ചൻ അങ്ങോട്ടിയല്ലേ. ആഹാ അദ്ദേഹത്തെ കള്ളു കുടിയാടാ എന്നെ തിരക്കി വരുന്നത്. അതൊന്നും കാണണമല്ലോ. ഭയങ്കര സെറ്റപ്പ് ഒക്കെയാ, പക്ഷെ ശ്രദ്ധയില്ല. ആരാന്നൊക്കെ പിന്നെ പറയാം. ഇരിക്കാതെ. ആഹാ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് ഇരിക്കാനോ? അത് തന്നെ പറഞ്ഞു ഇരിക്കി. എന്നിട്ട് പറയാൻ കാര്യം എന്നാന്ന് പറ. അതെ നമ്മളൊക്കെ എത്ര കഷ്ടപ്പെട്ട പൈസ ഉണ്ടാക്കുന്നറിയോ? താൻ എങ്ങനെയാ പൈസ ഉണ്ടാക്കുന്നത് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ കഷ്ടപ്പെട്ടാ പൈസ ഉണ്ടാക്കുന്നത്. ആണല്ലോ. അപ്പൊ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊടുത്ത് മേടിച്ച സാധനം കളഞ്ഞു പോയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ലേ? ഉണ്ടാവും. ഉണ്ടാവും.
എടാ സുരേഷ മോനെടാ വിഷമം ഉണ്ടാവുന്നു. ആരുടെ എന്നാ നഷ്ടപ്പെട്ടെന്നേ ഈ പറയുന്നേ? ചൂടാവുന്നത് ശരിയല്ല. ഞാൻ നിങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെട്ട കാര്യം തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വരുന്നത് കേട്ടോ. ഞങ്ങളത് നഷ്ടപ്പെട്ടിട്ടില്ല. ഇത് എന്നാ വർത്താനം പറയുന്നത്? ഇപ്പോ ഒരിടത്തും പോയിട്ടാണോ വരുന്നത്? പോയായിരുന്നു. എവിടെ? മാർക്കറ്റിൽ പോയായിരുന്നു. മാർക്കറ്റിൽ പോയി. എടാ മാർക്കറ്റിൽ പോയിട്ട് വന്നിരിക്കുക പുള്ളി. എന്നിട്ട് വല്ല സാധനം നഷ്ടപ്പെട്ടായിരുന്നോ? ഇല്ല, നഷ്ടപ്പെട്ടിട്ടില്ല. ഒന്നും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല. മോളെ എന്തെങ്കിലും നഷ്ടപ്പെട്ടുണ്ടോ നോക്കി. അപ്പൊ നോക്കിട്ട് വന്നിട്ട് പറയാം കേട്ടാ. അതെ, ഒരാളൊരു ഉപകാരം ചെയ്യാൻ നോക്കുമ്പം അയാളെ തള്ളി പറയരുത്. പറഞ്ഞു മനസ്സിലായോ? ഞാൻ എന്തോരം റിസ്ക് എടുത്ത ആ സുരേഷ് മോന്റെ ഓട്ടോറിക്ഷയിൽ ഇവിടെ കൊണ്ട് തരുന്നറിയാവോ? എന്റെ ഓട്ടോറിക്ഷ കൂലി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് എടുത്തോടുത്തോണ്ടിട്ടാണ്. എങ്കിൽ പിന്നെ താൻ എടുത്തെടുത്ത് കൊണ്ടിടോ. എടുത്തെടുത്ത് കൊണ്ടിടാൻ എനിക്ക് ഇത് തന്നെ പറഞ്ഞു. എനിക്ക് ഇത് തന്നെ പറഞ്ഞു. നമ്മുടെ ഒരു സാധനം പോയിട്ടില്ല. അപ്പച്ചൻ നമ്മുടെ ഒരു സാധനം പോയിട്ടില്ല. അപ്പച്ചനും കൊള്ളാം, മരുമോളും കൊള്ളാം. നിങ്ങളുടെ ഒരു സാധനം പോയിട്ടില്ല. ഒന്നും പോയിട്ടില്ല. ഒരു സാധനം പോയിട്ടില്ല. ഒരു സാധനം പോയിട്ടില്ല. പിന്നെ ഇതാറ ഈ സാധനം അങ്ങോട്ട് നോക്കിക്കേ. ഒരു സാധനം പോയിട്ടില്ലെന്ന്. ഇപ്പൊ സാധനം കാണുമ്പോ നിങ്ങൾ ഞെട്ടും. കണ്ടോ? എന്താ ചേട്ടാ? ഒരു ചെരുപ്പ് കാണുമായിരുന്നു. സൈസ് എത്ര? 7 ഇഞ്ച്. 7 ഇഞ്ച് അല്ലേ? ചേട്ടാ ഇത് നല്ല ടൈപ്പാ, നല്ലപോലെ ലാസ്റ്റ് ചെയ്യും, നല്ല സൂപ്പർ ഗ്രിപ്പുള്ള ടൈപ്പാ. ഇത് ലാസ്റ്റ് ഒന്നും ചെയ്യത്തില്ല. ഈ സെയിം സാധനം എന്റെ കാലേ കിടക്കുന്നത്. നോക്കേ, കണ്ടോ? നീ എന്താടാ ഇത്ര കിഴിച്ചു വെച്ച് നോക്കുന്നേ? ദേ നോക്കേ. എന്താ 4 വർഷം അവള് മേടിച്ചിട്ട് ടപ്പേന്ന് പള്ളി പൊട്ടിപ്പോയി. ഞാനിപ്പോ എന്ത് ചെയ്യാനാ? 4 വർഷോ? എന്റെ പൊന്നി ഏട്ടാ, ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഈ 4 വർഷമൊക്കെ ഈ ചെരുപ്പ് ഉപയോഗിക്കൂ? മാക്സിമം ഒരു 6 മാസം. 6 മാസം പോയിട്ട് 6 വർഷം ഞാൻ ഉപയോഗിക്കും കേട്ടോ. താനങ്ങ് പോ. നീ നിന്റെ പണി നോക്കിയാ മതി കേട്ടോ. ചെരുപ്പിനെയും പേടിക്കണം, ചെരുപ്പ് തരുന്നവനെയും പേടിക്കണം എന്ന് വെച്ചാൽ. ചേട്ടാ ഇതെന്നാ? ചേട്ടന്റെ പഴയ ചെരുപ്പാ. ഇത് പൊട്ടിയ ചെരുപ്പല്ലേ? ഇത് ഇവിടെ ഇടാൻ പറ്റത്തില്ല. നീ ചേട്ടൻ പോണ വഴിക്ക് എവിടെയെങ്കിലും കൊണ്ട് കളാം. എന്നാ ചെയ്യാനെന്നൊക്കെ. ഇത് പൊട്ടിയാൽ എന്നെ വിടത്തില്ലെന്ന് ഓർക്കുമ്പോഴാ. ഇതെന്ത് വൃത്തിയായിട്ട സാധനമാണോ ഇത്? അല്ല അത് പിന്നെ മോളെ, ഈ ആന്റപ്പന്റെ അപ്പന്റെ ഒന്നൊരു സാധനം കളഞ്ഞുപോയി. ഞാനതൊരു ഓട്ടോറിക്ഷ പിടിച്ച് ഇവിടെ കൊടുത്തത്. പക്ഷെ അത് ഇത്രയും വൃത്തിയായിട്ട സാധനമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സത്യമായിട്ടും ഇത്രയും വൃത്തിയായിട്ട സാധനമാണ് ഞാൻ റോഡിൽ കളഞ്ഞത്. മനസ്സിലായോ? അതെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നിരിക്കാം എന്നെ നാറ്റിക്കാൻ. എടുക്കടാ, എടാ എടുക്കാൻ. നിനക്കൊന്നും വേണ്ടോ? കൊന്നോളെ തന്നെ. ഇറങ്ങടാ, ഇറങ്ങടാ. പോവാനേ അവൻ വന്നിരിക്കുന്ന ഒരു പരോപകാരി. കണ്ണിച്ചോരയില്ലാത്ത വേഗം വാ. പോവാണല്ലോ. ഇതും കൊണ്ട് അങ്ങോട്ട് പോവോ? നമുക്ക് പോകണ്ടേ? എന്റെ ഓട്ടോ കൂലി ചെന്ന്. എന്റെ ഓട്ടോ കൂലി ഇങ്ങോട്ട് തരാൻ. അത് പിന്നെ പിന്നെ സുരേഷേ, ഇപ്പൊ അങ്ങോട്ട് ഇപ്പൊ ആന്റപ്പ നീയാണെന്ന് മാറ്റി. അപ്പൊ നിന്റെ ഒരു സാധനം കളഞ്ഞു. അത് ഞാൻ ഈ ഓട്ടോറിക്ഷ നിന്നെ കൊണ്ട് തരുമോ? അപ്പൊ നീ എനിക്ക് ഓട്ടോ കൂലി ഒന്നില്ല. അതിനപ്പോ ഞാൻ എന്ത് ചെയ്യുന്നോ?